അപ്പോൾ അവർ പറയും അവരുടെ അഭിപ്രായം വേണ്ട. അപ്പോൾ ഈ മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ നടുവിന് ശൂന്യനായി പോകും. ദൈവത്തിന്റെ പിന്നെ ഈ മനുഷ്യനോട് ദൈവം ഒന്നും ചെയ്യിപ്പിക്കില്ല. കാരണം എന്താ? മറ്റുള്ളവരോട് മനുഷ്യ വാക്ക് പറഞ്ഞ് ഇതങ്ങ് മാറ്റിവെച്ചു. അപ്പോ എന്ത് ചെയ്യും? പിന്നെ നീ വിശ്വസ്തനല്ലെന്ന് എന്ത് ചെയ്തു? ദൈവോടെ എണ്ണിക്കഴിഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് ആ ഒരു വ്യക്തിയോട് ഇടപെടുമ്പോൾ, ആ വ്യക്തി 4 ആളോട് ഷെയർ ചെയ്യുമ്പോൾ, 4 ആളുടെ വാക്കിൽ 3 ആൾ പറയുന്നു, 2 ആൾ പറയുന്നു ഓക്കെ, 2 ആൾ പറയുന്നു അതൊന്നും ആവശ്യമില്ലെന്ന് പറയുന്നു. അതോടുകൂടി ഈ വ്യക്തിയുടെ അനുഗ്രഹം എന്ത് ചെയ്തു? പോയി. മുടങ്ങാൻ മാത്രമല്ല, പിന്നെ ദൈവാത്മാവ് ആ മനുഷ്യനെ എവിടെ എന്ത് ചെയ്തില്ല? ഉപയോഗിക്കത്തില്ല. കാരണം വിശ്വസ്തനല്ല. അവിടെയാണ് നമ്മൾ കണ്ണിങ്ങി മനസ്സിലാക്കുന്നത്. എന്റെ ഒത്തിരി ദൈവാത്മാവ് നമ്മളോട് ഇടപെടുമ്പോൾ, പൗലോസിനോട് ദൈവം ഇടപെട്ടപ്പോൾ അവൻ രക്തബന്ധങ്ങളോട് എന്ത് ചെയ്തില്ല? ആലോചന ചോദിച്ചില്ല. ദൈവം എന്നെ വിളിച്ചപ്പോൾ, ഞാൻ പാസ്റ്ററാകാൻ വിളിച്ചപ്പോൾ, ഞാൻ വീട്ടുകാരൊക്കെ ഞാൻ പാസ്റ്റർ ആകാൻ പോകുന്നുണ്ട്, നിങ്ങളുടെ അനുവാദം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അവിടെ ചോദിച്ചാൽ ഇന്ന് ഞാൻ പാസ്റ്റർ ആകത്തില്ല. അത് നീ പാസ്റ്ററായി പോയി വീട്ടുകാരെക്കാരും നോക്കുന്നു പറയും. അപ്പോ രക്തബന്ധങ്ങളോട് പോലും പൗലോസ് എന്ത് ചെയ്തില്ല? ആലോചന ചോദിച്ചില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്തെങ്കിലും ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, കാരണം അത് നമ്മളോട് പറയാ. ഇടം കൈ ചെയ്യുന്ന വലം കൈ ചെയ്യുന്നത് എന്ത് ചെയ്യാം? ഇടം കൈ അറിയണം. അപ്പൊ വലം കൈ ഇടം കൈയോട് ചോദിച്ച ഇടം കൈ പറയാൻ എന്ത് ചെയ്യാം? അതിന്റെ ആവശ്യമൊന്നുമില്ല. അതോടുകൂടി ദൈവം നമ്മുടെ അനുഗ്രഹങ്ങളും മാറ്റും, വിശ്വസ്തത മാറ്റും. ഇതല്ല. അപ്പൊ നമ്മൾ ആരുടെ വാക്ക് അനുസരിച്ചു? മനുഷ്യന്റെ വാക്ക്. കാരണം വിധവയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു എന്ത് ചെയ്യോ? നീ ഭണ്ടാടത്തി കൊണ്ടുതരണം. അവർക്ക് ആകെ നാളെ മക്കളൊക്കെ കൊടുക്കേണ്ട കാശാണ്. മക്കളൊക്കെ ഈ ബിസിനസ് ചെയ്തിട്ട് വേണം അരി മേടിക്കണം. എത്ര വെള്ളിക്കാശ് ഉണ്ടായിരുന്നു? ബാങ്കിൽ ഉണ്ടായിരുന്ന വേറെ ഉണ്ടായിരുന്നു? ഇല്ല, മൊത്തം അതാണ്. ആ 2 വെള്ളിക്കാശും കൈവച്ചിട്ട് ഇരിക്കുമ്പോ ദൈവാത്മാവ് എല്ലാവരും ഇടുമ്പോൾ ഇങ്ങനെ നോക്കുക, നീ അതിട്. അപ്പൊ അവള് പറഞ്ഞിട്ടുണ്ടാവും, അയ്യോ ഇത് എന്റെ മക്കളെ, മനസ്സിൽ അങ്ങനെയൊക്കെ തോന്നും. അത് ചെയ്യാൻ പറ്റുമോ? ആ വിധവ എന്ന് പറഞ്ഞ സഹോദരി ദൈവാത്മാവിന്റെ നിയോഗമുള്ളവൾ. അവളുടെ മനസാക്ഷി ഇങ്ങനെ പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, ഒന്നും നോക്കാതെ ചെയ്തു ദൈവത്തിലിട്ടപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? കർത്താവ് അവളോട് അവിടെ നിന്നോട് ഒരു വാക്ക് പറഞ്ഞു, എല്ലാവരെക്കാളും. അപ്പോ അവൾ ആരാണ്? അവൾക്ക് സാധ്യതയില്ല, നല്ലൊരു വസ്ത്രം കൊടുക്കാനില്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുക്കാനില്ല. അവൾ ഇടേണ്ട ആവശ്യമുണ്ടോ? ലതാണ്ടി ഇടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്ന്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ ചെയ്തു അവൾക്ക് വന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ ഇടപെടൽ അവൾക്കുണ്ടായി. ദൈവാത്മാവിന്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ അതെന്തിനാണ്? ഇപ്പോ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു മറിയായ സഹോദരി, അവളോട് പുരുഷൻ വിവാഹം നിശ്ചയിച്ച് വെച്ചിരിക്കും. അവളോട് പറയാതെ അവളുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ഉരുവാകുമോ? അത് ദൈവത്തിന്റെ നീതിയാണോ? ദൂതൻ ഗബ്രിയേൽ ദൂതൻ പറഞ്ഞു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അവിടെ പറഞ്ഞു, നീ എന്തിയാ? യേശു ക്രിസ്തു എന്ന ലോകരക്ഷകനെ നിന്റെ ഉദരത്തിൽ വളർത്തി പ്രസവിക്കാൻ നിനക്ക് മനസ്സുണ്ടോ? അതാ ചോദ്യം. കർത്താവിന് ആഗ്രഹമുണ്ട് നിന്നിലൂടെ ലോകരക്ഷകനെ എന്ത് ചെയ്യണം? പുറത്തു കൊണ്ടുവരണം. നിന്റെ ഗർഭപാത്രം അതിനുവേണ്ടി കർത്താവിന് വേണ്ടി കൊടുക്കുവോ? അവിടെ എന്താ പറഞ്ഞത്? അവിടെ എന്ത് പറഞ്ഞു? സമർപ്പിച്ചു. ആ സമർപ്പണത്തിലാണ് ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നത്. നമ്മളോട് ചോദിക്കാതെ ഒന്നും കർത്താവ് ചെയ്യുകയില്ല. നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടും. ആമേൻ. അവൾ സ്വീകരിച്ചില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ ഈ നിന്മ സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, അയ്യോ ഇത് എന്റെ വീട്ടുകാരറിഞ്ഞ വെറുതെ ഇരിക്കത്തില്ല. ഞാൻ എന്റെ അമ്മയോട് ചോദിക്കട്ടെ, പറഞ്ഞോ? എന്റെ മാമൻ എന്റെ ഫാദറിനോട് ചോദിക്കട്ടെ, എന്റെ കുടുംബക്കാരോട് ചോദിക്കട്ടെ, അല്ല എന്നെ വിവാഹം നിശ്ചയിച്ച യോസഫിനോട് ചോദിക്കട്ടെ.
അയാളോട് ചോദിക്കാതെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയല്ലേ. വിവാഹം ഉറപ്പിച്ച് പിന്നെ ആരോട് ചോദിക്കണം? പക്ഷെ ഇടപെട്ട ആളാരാണ്? ദൈവത്തിന്റെ ആത്മ, ദൂതനാണ്. അവിടെ ദൂതൻ ഇടപെട്ടിരിക്കുക. എന്താ ഇടപെട്ടത്? നിനക്ക് യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ ചുമക്കാൻ പറ്റും. ഒരു കുഞ്ഞിനെ സർവജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുകൊണ്ട് ദൈവത്തിന്റെ കുഞ്ഞാണെന്ന് ഈ ഭൂമിയിലേക്ക് വരുന്ന പ്രവചനം കിടക്കുന്നുണ്ട്. അത് നിനക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അതോടെയാണ് ദൈവപ്രവൃത്തികൾ. അവിടെ എന്ത് പറഞ്ഞു? അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു. എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്താണ് അവൾക്ക് ലഭിച്ചത്? എന്താ? ദൈവാത്മാവ് നമ്മളോട് ഇടപെടുന്നെങ്കിൽ അതെന്താണ്? ആ മനുഷ്യനോട് തോന്നിയത് എന്തായിരിക്കാം? ദൈവത്തിന്റെ കൃപയാണ്. നാളെ ആ മനുഷ്യൻ എന്താകുന്ന അറിയത്തില്ല. അപ്പൊ ദൈവത്തിന്റെ ഇടപെടൽ നമ്മളോട് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മളോട് എന്ത് തോന്നുകയാണ്? ദൈവത്തിന്റെ കൃപ തോന്നുകയാണ്. യോഗ്യതയൊന്നുമില്ല, കഴിവൊന്നുമില്ല, എങ്കിലും അവിടുത്തെ ദയ തോന്നുക. നമ്മുടെ കഴിവ് കൊണ്ടല്ല. ഇന്ന് ഞാൻ ഫുൾഫിറ്റ് പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നാളെ പ്രസംഗിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ദൈവാത്മാവിന്റെ ഇടപെടലാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്നത്. ദൈവാത്മാവ് പറയും, അവളോട് പറഞ്ഞു, നിനക്ക് ചുമക്കാൻ പറ്റുമോ? അവളെന്ത് പറഞ്ഞു? ലാസ്റ്റ് വായിച്ചാൽ മതി. അവൾ വാക്ക് കേട്ടു. ഇതെന്തോരു വർത്തമാനം, വന്ദനം എന്ന് പറഞ്ഞു. ദൂതനവളോട്, മറിയേ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. അവൻ യേശു എന്ന് പേര് വിളിക്കണം. അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് പറഞ്ഞു. മറിയ ദൂതനോട്, ഞാൻ പുരുഷനെ അറിയേക്കാൾ ഇതെങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ചാർച്ചക്കാരത്തി എലിശബത്ത് വാർദ്ധക്യത്തിൽ ഒരു മകനെ ഗർഭം ധരിച്ചിരിക്കുന്നു. മച്ചി എന്ന് പറഞ്ഞവൾക്ക് 6-ാം മാസം. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്ന് ഉത്തരം പറഞ്ഞു. അതിന് പറയാ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആമേൻ. അവിടെ സ്വീകരിച്ചു. ചോദിച്ചോ? ഗബ്രിയേൽ ദൂതൻ നാളെ രാവിലെ വാ, ഞാൻ എന്റെ വീട്ടിലൊന്ന് ചർച്ച ചെയ്യട്ടെ. കേസ് എന്താ? ചെറിയ കേസാണത്. ഇത് പരിഹാസ കേസാണ്. ഇത് ഒരു പുരുഷനെ അറിയാതെ നിന്ന കേസാ. തീരുമാനം എടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടാൽ തീരുമാനം എടുക്കുവാൻ ഒരാളെ അവിടെ ചോദിച്ചില്ല. ദൈവത്തിന്റെ ആത്മാവ് ആമേൻ ഇടപെട്ടപ്പോൾ മറിയായെയും തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ദൈവത്തിന്റെ ഇഷ്ടം പോലെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് യാഥാർത്ഥ്യം എന്ന് വിളിച്ചു പറയട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയം എന്നാണ് നാം മറ്റുള്ളവരെ വിളിച്ചൊക്കെ ചോദിച്ചു കാര്യങ്ങൾ ക്രമീകരിക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ എന്ത് ചെയ്തു? അപ്പോഴേക്ക് ദൂരം മാറിപ്പോയി. ആരോട് പറഞ്ഞു? ദൂരം പിന്നെ വരുന്നവർ കാത്തിരിക്കുക. തീരുമാനമൊക്കെ മുഴുവൻ അവരൊന്നും ഓക്കെ പറഞ്ഞു. പിന്നെ ദൂതനെ കണ്ടില്ല. ദൂതൻ ഒരുക്കമുള്ള വേറൊരു സ്ത്രീയോട് സംസാരിച്ചു. അവള് പറഞ്ഞു, ഓക്കെ പറഞ്ഞു. അവൾ സമർപ്പിച്ചു. അവിടെ ദൈവപ്രവൃത്തി. ഞാൻ ഇന്ന് പകൽ വിളിച്ചു പറയുന്നത്, ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ, അവിടെ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ അവൻ മാംസരക്തങ്ങളോട് എന്ത് ചെയ്തില്ല? ആലോചന കഴിച്ചില്ലെന്ന് പറഞ്ഞു. ദൈവാത്മാവ് ഇടപെടുമ്പോൾ നിങ്ങൾ അങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പ് വെക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ദൈവാത്മാവ് ഇടപെടുമ്പോൾ അതിനനുസരിച്ച് വേറെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നത് അവിടെ അത് പരാജയമായി മാറും. അപ്പോൾ ആരുടെ ഇഷ്ടത്തിനാണ് നമ്മൾ ചെയ്യുന്നത്? അടുത്ത ആള് പറയുമ്പോൾ ദൈവാത്മാവ് പറഞ്ഞിട്ട് നമ്മളതിനെ വേറെ ആളോട് ചോദിച്ചു അവിടെ അനുവാദം ചോദിക്കുമ്പോൾ പിന്നെ അത് ദൈവ ഇഷ്ടമാണോ മനുഷ്യ ഇഷ്ടമാണോ? മനുഷ്യന്റെ ഇഷ്ടമാണ്. മനുഷ്യന് ഇഷ്ടം ചെയ്യുമ്പോൾ അതിന് ദൈവം തിന്നില്ല, സാധിക്കില്ല. അവിടെ കുഴപ്പം. ഞാൻ പറഞ്ഞ വിഷയത്തിൽ